പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഈ സായം സന്ധ്യയിൽ ഒരു തിരുവചനമായി നിങ്ങൾ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന് ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ സാവകാശത്തായ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസ്റ്റിൻ സുരേഷ് ഈ റോഡ്, മറ്റ് അഡ്മിൻസ്, എന്നെ കരുതുന്ന ശ്രോതാക്കൾ ക്രിസ്തുവിൽ ഞാൻ സ്നേഹബന്ധത്തെ അറിയിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ദാനിയേൽ 9-ന്റെ 24 മുതൽ 27 വരെ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനാവിഹീനായ ദാനിയേൽ സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി. ദാനിയേൽ ചിന്തിച്ചത് 2 വർഷം കൂടി കഴിയുമ്പോൾ ബാബേൽ പ്രവാസം തീരുമെന്നാണ്. എന്നാൽ ഗബ്രിയേൽ പറഞ്ഞത് നിന്റെ ജനത്തിനും വിശുദ്ധ മന്ദിരത്തിനും നഗരത്തിനും 70 സംവത്സരമല്ല, മറിച്ച് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം 70 ഏഴുകളാണ് പ്രിയമുള്ളവരെ. ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞ പോയിന്റ് അതിക്രമത്തെ തടസ്സം ചെയ്യുക. അതിക്രമത്തെ തടസ്സം ചെയ്യുക. ഫിനിഷ് ദ ട്രാൻസ്ഗ്രേഷൻ. അതിക്രമത്തെ തടസ്സം ചെയ്യുക. പ്രിയരായിട്ട് സംഭവിക്കുന്നത് 1000 കൊല്ല വാഴ്ചയിലാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അപ്പോൾ ഈ സംഭവം നടക്കാൻ പോകുന്നത് 1000 കൊല്ലം വാഴ്ചയിലാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് പാപങ്ങളെ മുദ്രയിടുക എന്നുള്ളതാണ്. പാപങ്ങളെ മുദ്രയിടുക. മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്. പാപങ്ങളെ മുദ്രയിടുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ആരാ? പിശാച് അല്ലെങ്കിൽ സാത്താന. ആ സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ അടച്ച് മീതെ മുദ്ര വെക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 കൊല്ലത്തേക്ക് ചങ്ങലക്കിട്ട്. ഈ സംഭവം നടക്കുന്ന പ്രിയമുള്ളവരെ, ഇതും 1000 കൊല്ല വാഴ്ചയിലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ്. മേക്ക് എ റിക്കൺസിലേഷൻ ഫോർ ഇനിക്വിറ്റി. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. ഇത് സംഭവിച്ചത് യേശുവിന്റെ ക്രൂശീകരണത്തോടു കൂടിയാണ്. പ്രിയരെ, നമുക്കറിയാം നമ്മുടെ അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തി. പാപം ചെയ്ത ആരാ? മനുഷ്യൻ. നാം ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അതിന് ശിക്ഷ യേശുവിന്റെ മേലാണ് ചുമത്തിയത്. യെശയ്യാ 53-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും കൊണ്ടിരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചരിത്രകാരൻ പറയുന്നത് യേശു 39 പ്രാവശ്യം ചാട്ടവാറടി ഏറ്റുവെന്നാണ്. യേശു സഹിച്ച ഓരോ ആ
അടിക്കും. പ്രിയമുള്ളവരെ, അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ശാന്തിക്ക് വേണ്ടിയാണ്, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം. കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി ഇറ്റിറ്റായി അവൻ്റെ അവസാന തുള്ളി വരെയും നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, മനുഷ്യജാതിക്ക് വേണ്ടി അവൻ ഊറ്റിത്തന്നു. ആ കാൽവരിയിലേക്ക് ഒരു നിമിഷം നമുക്ക് നോക്കാം. അവൻ്റെ ശരീരത്തിൽ കൂടി ഇറ്റിറ്റായിട്ട് അതേ നിണം ചോര ഒഴുകുകയാണ്. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: ഇറ്റിറ്റു വീണിടുന്നു നിണം പാപശാന്തിക്കായി, ഇറ്റിറ്റു വീണിടുന്നു നിണം പാപശാന്തിക്കായി, ഊറ്റിതാൻ രക്തം ആ സകലം ഏഴയ്ക്കായഹോ, ഊറ്റിത്താൻ രക്തം ആ സകലം ഏഴയ്ക്കായഹോ, കാൽവരിയാമല മുകളിൽ കാൺമതന്തഹോ, കാൽവരിയാമല മുകളിൽ കാൺമതന്തഹോ, ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടുന്നിതാ, ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടുന്നിതാ. ഏതനിലാദം ചെയ്ത പാപം ആകെ പോക്കുവാൻ, ഏതനിലാദം ചെയ്ത പാപം ആകെ പോക്കുവാൻ, വേദനയേറെ ഏറ്റുനാഥൻ യാഗമായിതാ, വേദനയേറ്റുനാഥൻ യാഗമായിതാ, കാൽവരിയാമല മുകളിൽ കാൺമതന്തഹോ, കാൽവരിയാമല മുകളിൽ കാൺമതന്തഹോ, ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടുന്നിതാ, ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടുന്നിതാ. പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു തമ്പുരാൻ കാൽവരിയിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ ഊറ്റിത്തന്നു. നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ശാന്തിക്ക് വേണ്ടി. നമുക്കറിയാം, അതിക്രമം ചെയ്ത ആരാ? നാം. മുറിവേറ്റത് കർത്താവാണ്. അകൃത്യം ചെയ്ത നാം. അവനാണ് തകർന്നത്. അവൻ തകർന്നൊരു മൺപാത്രം പോലെയായി എന്ന് യെശയ്യാപ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമാധാനത്തിനായി അവൻ അടിപ്പിണറാൽ അടികൊണ്ടു. പ്രിയമുള്ളവരെ, നമുക്കും സൗഖ്യം ലഭിക്കുവാൻ, നമ്മുടെ ലോകത്തിന് ശാന്തിക്ക് വേണ്ടി കർത്താവ് അടിപ്പിണറുകളാൽ അവൻ അടിയേൽക്കുകയാണ്. പിന്നെന്താ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്? ഇന്നത്തെ കാലത്ത് പ്രാർത്ഥിച്ചങ്ങ് ആശുപത്രിയിലേക്ക് അയക്കുന്ന രീതിയാണ്. ചിലർ എന്നിട്ടും തീരാഞ്ഞ ആശുപത്രിയിൽ പോയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ് എന്താ പറയുന്നത്? ആ കർത്താവ് കൊണ്ട് ഓരോ അടിക്കും, പ്രിയമുള്ളവരെ, അവൻ നമുക്ക് വേണ്ടിയാണ്, ഓരോ വ്യക്തിക്ക് വേണ്ടിയാണ്, ഓരോ മനുഷ്യനും വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ അവൻ അടിയേറ്റത്. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഈ സായം സന്ധ്യയിൽ. അതുപോലെ തന്നെ നമുക്ക് ആ കർത്താവിനോടൊത്ത് യാത്ര ചെയ്യാം. പ്രിയമുള്ളവരെ, അവൻ സഹിച്ച വേദന, അവൻ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മൾ പാപത്തിലേക്ക് പോവില്ല. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടൊത്ത് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. മറ്റൊരു പോയിന്റ്, പ്രിയമുള്ള, നിത്യനീതി വരുത്തുക. ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റിച്ചോസ്നെസ്. നിത്യനീതി വരുത്തുക എന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോട് വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ടവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അത്ഭുതങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. പ്രിയമുള്ളവർ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഇന്നത്തെ ലോകത്തിൽ സാധുക്കൾക്ക് നീതിയെ ലഭിക്കുന്നില്ല. ഏത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും നല്ല വക്കീലുണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ളൊരു ധാരണയിലേക്ക് മാറിയിരിക്കുക. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം. പണമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. നീതിയില്ല, ന്യായമില്ല, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ല. മനുഷ്യത്വം പോലും പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. ആ കർത്താവ് ഓരോ സാധുക്കൾക്കും, ഓരോ പാവങ്ങൾക്കും അവൻ ന്യായം കൊടുക്കുന്നവനാണ്, അവൻ നീതി കൊടുക്കുന്നവനാണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് ആ ഒരു കർത്താവിനെയാണ് നമ്മൾ ഓരോരുത്തരും നോക്കുന്നത്.
അവൻ്റെ ഭരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കർത്താവിൻ്റെ വരവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഹൃദയം തകരുമ്പോൾ, പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടുമ്പോൾ, നമ്മുടെ ഹൃദയം വിങ്ങുമ്പോൾ, കണ്ണുകൾ നിറയുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് മാത്രമേ സമാധാനം തരുവാനുള്ളൂ. മറ്റ് ലോകത്തിലെ ആരെയും നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല. ഇന്ന് ആശ്രയിക്കുന്നവർ പോലും നാളെ മുഖം മറച്ച് നമ്മളെ കണ്ടിട്ട് അങ്ങ് മാറിപ്പോവുകയാണ്. എന്തെല്ലാം ചതിവുകളാണ് ലോകത്ത് നടക്കുന്നത്. ലോകത്ത് നടക്കുന്ന ചതിവുകൾക്ക് ഒരു കണക്കുമില്ല, കയ്യുമില്ല. കർത്തദാസന്മാരെ പോലും ചതിച്ചുകൊണ്ടിരിക്കുക. UK, ഇംഗ്ലണ്ടിലും മറ്റുമൊക്കെ ഇരിക്കുന്ന ഓരോ റവറൻഡ് എന്ന് പറയുന്ന ഓരോരുത്തർ, ഓരോന്നും ഓരോ മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, ഞങ്ങളിവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ ചില ഓൾഡ് ഏജ് ഹോം ചെയ്യാൻ പോവുകയാണ്, ഓർഫണേജ് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്, ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ആരെയായി കുരുക്കെന്ന് അറിയാമോ? കർത്തദാസന്മാരെ. കാരണം കർത്തദാസന്മാരെ കുരുക്കാൻ എളുപ്പമുണ്ട്. കർത്തദാസൻ ഓർത്തു, എടാ ഇതെല്ലാം കറക്റ്റാണല്ലോ, ഓ ദൈവമേ നീ വഴി ഒരുക്കിയല്ലോ എന്നെല്ലാം ഓർത്തുകൊണ്ട് അവരുമായിട്ട് മെസ്സേജെല്ലാം കൊടുക്കും, അവരുമായിട്ട് സംസാരിക്കും. അവസാനം എന്താ സംഭവിക്കുന്നത്? അവർ പറയും, ഒരു കാര്യം ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് അയക്കുക, ഒരു ഗിഫ്റ്റ് ഞങ്ങൾ അയക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഒരു ചെറിയ പൈസ നിങ്ങൾ അതിനു വേണ്ടി മുടക്കണം. പ്രിയമുള്ളവർ, ഞാനിതൊരു അനുഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ചതിവും വഞ്ചനയും അന്യായവും ഉള്ള ഒരു ലോകത്താണ് പ്രിയമുള്ളവരെ നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ നമുക്ക് ആശ്വാസവും നീതിയും ന്യായവും അവൻ നൽകുകയാണ്. ആശ്വാസമില്ലെങ്കിൽ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, ദർശനവും പ്രവചനവും മുദ്രയിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ 4ാമത്തെ പോയിന്റ്. സീലിംഗ് വിഷൻ ആൻഡ് പ്രൊഫസി. യേശു നമുക്കറിയാം മധ്യാകാശത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ തയ്യാറെടുപ്പ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഴക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെല്ലാം പോകും? ആരാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് കർത്താവിനെ എതിരേൽക്കാൻ പോകുന്നത്? നമുക്കറിയാം സഭയെ തൻ്റെ പക്കൽ അവൻ ചേർക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ കൂടെ തൻ്റെ ഭക്തർ സദാകാലവും വസിക്കുന്നതിനാൽ പ്രിയമുള്ളവരെ, ദർശനത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ആവശ്യം അപ്പോഴില്ല, ഇപ്പോഴുണ്ട്. ഇപ്പോഴും ചില വ്യക്തികൾ പഠിപ്പിക്കുന്ന പ്രവചനം വേണ്ട, അന്യഭാഷ വേണ്ട, ഒന്നും വേണ്ട, അന്യഭാഷയും പ്രവചനത്തെയൊക്കെ കളിയാക്കുന്ന സോഷ്യൽ ഗ്രൂപ്പുകളെയും മാധ്യമങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് വരുന്നവരെയും ഇത് ഭൂമിയിലുണ്ട്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വരവ് വരെയും ദർശനമുണ്ട്, പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, ഇതെല്ലാം ഉണ്ട്. കർത്താവ് വരുമ്പോഴാണ് പ്രിയമുള്ളവരെ ഇതിൻ്റെ ഇതില്ലാതാവുന്നത്. നമുക്കറിയാം 1 കൊരിന്ത്യർ 13-ാം അധ്യായം 8 മുതൽ 9 വായിക്കുമ്പോൾ, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, അംശമായത് മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. എപ്പോഴാണ് പ്രിയമുള്ളവരെ പൂർണ്ണമായതെന്ന് പറയുന്നത്? യേശു വരുന്നതാണ് പൂർണ്ണം. ഇപ്പോൾ യേശു വന്നില്ല, അപ്പോൾ ഇത് അംശമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ, യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ, യേശു തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ, യേശു തന്റെ ഭക്തരെ ചേർക്കാൻ വരുമ്പോൾ, അപ്പോഴാണ് പ്രിയമുള്ളവരെ ഇത് നീങ്ങിപ്പോകുന്നത്, ഇല്ലാതാകുന്നത് എന്നാണ് അത് നമ്മളെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റേ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നു, അനോയിന്റ് ദ മോസ്റ്റ് ഹോളി. ഇതാണ് പ്രിയമുള്ള 5-ാമത്തെ പോയിന്റ്. പുറപ്പാട് ദിവസം 40-ാം അധ്യായം 9 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ, മോശ സമാഗമന കൂടാരത്തിന്റെ പണി തീർന്ന ശേഷം കൂടാരങ്ങളും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു. പ്രിയമുള്ളവരെ, ഇനിയും പണിയുന്ന ദേവാലയത്തെയും അഭിഷേകം ചെയ്യും. പ്രിയരെ, മധ്യാകാശ വാഴ്ചയ്ക്ക് ശേഷം യേശു ഭൂമിയിൽ വരുമ്പോൾ യഹൂദന്മാരുമായി ഇടപെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചത് മുതൽ 490 വർഷങ്ങൾ വീതമുള്ള പല കാലഘട്ടങ്ങളിൽ ദൈവം യഹൂദനോട് ഇടപെട്ടിരുന്നു. 490 വർഷങ്ങൾ. ഈ കാലഘട്ടത്തെയാണ് പ്രിയമുള്ളവരെ 70 ആഴ്ചവട്ടം എന്ന് വിളിക്കുന്നത്. 70 ആഴ്ചവട്ടം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20, 21, 22 വാക്യം വായിക്കുമ്പോൾ പത്രോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സഹോദരൻ എന്നോട് പിഴച്ചാൽ
എത്ര വട്ടം ക്ഷമിക്കണം? കർത്താവിന് പറഞ്ഞ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ 70 വട്ടം ക്ഷമിക്കണം. 70 വട്ടം എന്നാൽ 490 വർഷം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇതിന് ചില കാലഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 70 ആഴ്ചവട്ടമാണ്. അബ്രഹാം മുതൽ മിസ്രൈമിൽ നിന്നും ഇസ്രായേലിൻ്റെ പുറപ്പാട് വരെ. നമുക്കറിയാം, അബ്രഹാമിന് ഇസ്മയിൽ ഉണ്ടായപ്പോൾ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ല ഇസ്മായിലിന്റെ ജനനം. എന്നാൽ ഇസ്മായിൽ ഭവനത്തിൽ നിന്നും പുറത്തായ ശേഷം ആ 15 വർഷം കുറച്ചാൽ 505 - 15 = 490, 490 എന്ന് നമുക്ക് ലഭിക്കുക. ഇനി ഇതിന് രണ്ടാമത്തെ ഫേസ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ മോചനം മുതൽ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ വരെയുള്ള കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. അതായത് 606 മുതൽ 1005 വർഷം വരെയുള്ള 601 വർഷങ്ങൾ. ഇവിടെ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ 111 വർഷത്തിൽ നിന്നും 601 നമ്മൾ മൈനസ് ചെയ്താൽ, കുറച്ചാൽ 490 എന്ന് നമ്മൾ ലഭിക്കുകയാണ്. ഇനിയും അതിൻ്റെ മറ്റൊരു ഘട്ടം, മൂന്നാമത്തെ ഘട്ടം കൂടെ. അർത്ഥശിഷ്ട രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് മുതൽ പാർസി രാജാവായ കോരസ് BC 536 കൊടുക്കുന്ന കൽപ്പന വരെയുള്ള സമയം. അതാണ് 70 ആഴ്ചവട്ടത്തിലെ 3 കാലഘട്ടങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം പ്രിയമുള്ള, നെബൂഖദ്നേസർ യെരുശലേമിനെ 3 പ്രാവശ്യം, അതായത് BC 606, 568, 587, ഈ 3 പ്രാവശ്യം നെബൂഖദ്നേസർ ഇസ്രായേലിനെ, യെരുശലേമിനെ ആക്രമിക്കുകയുണ്ടായി. യെരുശലേം എന്ന് പറഞ്ഞ വെറും ഒരു ഗ്രാമമല്ല. 7 മനോഹരമായ മലകളാൽ, പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് യെരുശലേം. 7 മലകൾ, കപ്പിത്തോളിൻ, പളത്തീൻ, അവന്തീൻ, സിച്ചിലിയാൻ, എസിക്കുലിനാൽ, ക്യൂറിനാൽ, ബിമിലിനാൽ, അങ്ങനെ 7 സുന്ദരമായ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ജെറുസലേം. ഈ ജെറുസലേമിനെയാണ് നെബൂഖദ്നേസർ 3 പ്രാവശ്യം ആക്രമിച്ചത്. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഏകദേശം 70 വർഷക്കാലം യഹൂദൻ ദേവാലയം ഉണ്ടായിരുന്നില്ല. അവന്റെ ദേവാലയം പോലും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ 70 ആഴ്ചവട്ടം എന്നാണ് ആരംഭിക്കുന്നത്? പ്രിയമുള്ള ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം, അതിന്റെ 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മൂലമാണ്. അന്നാണ് യെരുശലേമിന്റെ ആ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള കൽപ്പന കൊടുത്തത് മുതലാണ് 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത്. നമുക്കറിയാം, നെഹമ്യാവ് 2-ൽ യെരുശലേമിന്റെ മതിൽ പണിക്ക് അർത്ഥശിഷ്ട രാജാവ് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ഈ കൽപ്പന കൊടുത്തത് BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണെന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ദാനിയേൽ 9-ലെ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്ന പ്രിയമുള്ളവരെ ഇവിടം മുതലാണ്. ദാനിയേൽ 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടത്തെ 3ആയി തരം തിരിച്ചാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിരിക്കുന്നത്. 7 ആഴ്ചവട്ടം, 1 7 ആഴ്ചവട്ടം, 2 62 ആഴ്ചവട്ടം, 3 1 ആഴ്ചവട്ടം. ഇതിൽ 7 ആഴ്ചവട്ടം കൊണ്ട് യെരുശലേമിന്റെ വീതിയും കിടങ്ങുമായി പണിയുന്നു. പ്രവചനപ്രകാരം 1 വർഷത്തിന് 1 ദിവസമായി കണക്കാക്കാം. ശേഷം 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു. അഭിഷിക്തൻ ആരാണ് പ്രിയമുള്ളവരെ? അതാണ് യേശുക്രിസ്തു. എപ്പോഴാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തു ഛേദിക്കപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടത്? നമ്മൾ ചരിത്രം വീണ്ടും പഠിക്കുമ്പോൾ പ്രിയർ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ 7, 62, 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ്. 69 ആഴ്ചവട്ടത്തിന് 483 ദിവസമുണ്ട്. പ്രവചനപ്രകാരം 483 വർഷമുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. പ്രിയരെ, അർത്ഥശിഷ്ട രാജാവ് യെരുശലേമിന്റെ മതിൽ പണിക്ക് കൽപ്പന കൊടുത്തത് മുതൽ AD 32 വരെ, ഏപ്രിൽ മാസം 6-ാം തീയതി വരെയുള്ള കാലഘട്ടം
483 വർഷം തികയുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. ഇതാണ് ചരിത്രം. റോബർട്ട് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അർത്തശിഷ്ട രാജാവിന്റെ കൽപ്പന BC 445 മാർച്ച് മാസം 14 തീയതി ആയിരുന്നു. BC 445 മാർച്ച് മാസം 14 തീയതി മുതൽ AD 32 ഏപ്രിൽ 6 വരെയുള്ള കാലഘട്ടം 1,73,740 ദിവസം, അതായത് 476 വർഷം. യഹൂദന്റെ ചന്ദ്രമാന വർഷത്തിൽ 360 വർഷം കൊണ്ട് ദിവസം കൊണ്ട് ഒരു വർഷത്തിൽ 1,73,740, അതായത് 360 മൈനസ് 360 കുറച്ച് ചെയ്യുമ്പോൾ 483 വർഷം ലഭിക്കുക. 69-ാം ആഴ്ചവട്ടം അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതോട് കൂടി 70 ആഴ്ചവട്ടം യഹൂദ ചരിത്രത്തിൽ തുടർന്നു വരുന്നതായി കാണുന്നില്ല. 69-നും 70-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് പ്രിയമുള്ളവരെ ബ്രാക്കറ്റ് പീരിയഡ്, ബ്രാക്കറ്റ് കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ചരിത്രം ജാതീയ ഗവർണറായ പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് യഹൂദ ജാതി യേശുവിനെ തള്ളിപ്പറഞ്ഞ് യേശുവിനെ അവർ ഛേദിച്ചു, ക്രൂശിച്ചു. ദൈവം യഹൂദനുമായുള്ള ബന്ധം താൽക്കാലികമായി അവിടെ നിർത്തിവെക്കുകയാണ്. 69-നും 70-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ പ്രിയമുള്ളവരെ കൃപായുഗം, പീരീഡ് ഓഫ് ഗ്രേസ്, കൃപയുടെ കാലഘട്ടം എന്നും വിളിക്കുന്നുണ്ട്. എഫേസ്യർ 9:8 വായിക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടാനുള്ള നിദാനം, അടിസ്ഥാനം വിശ്വാസമാണ്. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ പ്രവർത്തിക്കാനുള്ള ആവശ്യമില്ല, കൃപയാലുള്ള വിശ്വാസം മതി. കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമുക്കിവിടെ ശ്രദ്ധിക്കാം. മത്തായി 21:33 മുതൽ 43 വേദഭാഗം. ഇതിന്റെ 43-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ മേൽ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സങ്കീർത്തനം 118 22 വായിക്കുമ്പോൾ, വീട് പണിയുന്നോ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രിയരെ, സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം കഴിയുന്നതോടുകൂടി ദൈവം യഹൂദനുമായുള്ള തന്റെ ഇടപാട്, ബന്ധം, ലിങ്ക് തുടരും. സഭയുടെ കൃപയുടെ പീരീഡ് കഴിഞ്ഞാൽ ഉടനെ റോമർ 11:23 വായിക്കുമ്പോൾ, അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനാണ്. റോമർ 11:1 വരുമ്പോൾ, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ഒരു ആളുമില്ല. ദൈവം സെലക്ട് ചെയ്ത സ്വന്തം വംശത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല എന്നർത്ഥം. പ്രവൃത്തി 15:16, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിമിത്തമാക്കും, തീർക്കും. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ പ്രിയമുള്ളവരെ 15-16 വായിക്കുമ്പോൾ, അനന്തരം എന്നുള്ള പദം, അനന്തരം എന്ന ഒരു പദം കാണുകയാണ്. ഇതിന്റെ അർത്ഥം സഭ എടുക്കപ്പെട്ടതിന് ശേഷം എന്നാണ്. വെളിപ്പാട് 19 സഭ മാറ്റപ്പെട്ടതിന് ശേഷം യഹൂദനുമായി പ്രിയമുള്ളവരെ ദൈവം ഇടപെടുന്നതിനെ കുറിച്ച് നമ്മളവിടെ വീണ്ടും കാണുകയാണ്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, 4-ാം അധ്യായം ആരംഭിക്കുന്നത് അനന്തരം എന്ന പദത്തോടു കൂടിയാണ്. 1, 2, 3 ചാപ്റ്റർ, അതായത് വെളിപ്പാട് 4-ാം ചാപ്റ്ററിൽ പറയുന്ന 1-ാമത്തെ പദമാണ് അനന്തരം. 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ എന്ത് സഭയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഈ സമയത്ത് സഭ കർത്താവിൻ്റെ കൂടെയാണ്. സഭയെക്കുറിച്ച് അവിടെ മിണ്ടുന്നില്ല. കൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 7 സഭകളെക്കുറിച്ച് നമ്മൾ പറയും, നമുക്കറിയാം. 7 കാലഘട്ടത്തെയാണ് അത് കുറിക്കുന്നത്. 7 കാലഘട്ടത്തെയാണ്. അതുപോലെ തന്നെ സഭാകാലഘട്ടം ക്രിസ്തുവിന്റെ മടങ്ങി വരുന്നത് വരെ നമുക്കത് കാണാം. ഇതിന്റെ തുടക്കം 1-ാം നൂറ്റാണ്ടാണ്. 4-ാം അധ്യായത്തോടു കൂടി സഭ പ്രിയമുള്ളവരെ മാറ്റപ്പെടുന്നുവെന്ന് ഇതിന് തെളിവ് നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നാം 4-ാം അധ്യായത്തിലാണ് കാണുന്നത്. സഭ മാറുന്നു. സഭ മാറിപ്പോയി കഴിയുമ്പോൾ അവിടെ വീണ്ടും പരിശുദ്ധാത്മാവിനെ നമ്മളവിടെ കാണുകയാണ്.
സ്വർഗത്തിലെ സിംഹാസനത്തിന് മുമ്പിലാണ്. എഫേസ്യർ 4:4 എഴുതിയിരിക്കും, നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ച പോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ഇതേ ഉള്ളവനും എല്ലാറ്റിനും കൂടി വ്യാപരിക്കുന്നവനും എല്ലാറ്റിനും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവം ഒരുവൻ, ഒരേ ആത്മാവ്, ഒരു സ്നാനം. എന്താണ് പ്രിയമുള്ളവർ പരിശുദ്ധാത്മാവ്? എബ്രായ ഭാഷയിൽ പറയുന്ന പേരാണ് റൂഹ, ഗ്രീക്കിൽ പറയുന്ന പേരാണ് ന്യൂമ. വചനത്തിൽ പരിശുദ്ധാത്മാവിന് അനേക പേരുകൾ കൊടുക്കും. എന്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പലർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. പ്രിയമുള്ളവരെ, ഗുരുവന്റെ ഹൃദയത്തിൽ കർത്താവ് പ്രവേശിക്കുന്നത് പരിശുദ്ധാത്മാവായിട്ടാ. നമ്മൾ കർത്താവിനെ സ്തുതിക്കും, പാട്ടുപാടും, ആരാധിക്കും, പ്രാർത്ഥിക്കും. നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്നെന്ന് അറിയുന്ന പരിശുദ്ധാത്മ വഴിയാണ്. ദൈവം ഒരുവന്റെ ഹൃദയത്തിലേക്ക് പോകുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ്. ഈ പരിശുദ്ധാത്മാവിന് പ്രിയമുള്ള വചനത്തിൽ പല പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് റോമൻ 8:9 പറയുന്ന ക്രിസ്തുവിന്റെ ആത്മാവെന്ന. മത്തായി 10:20 കൊടുത്തു പിതാവിന്റെ ആത്മാവ്. സങ്കീർത്തനം 143:10 കൊടുത്തു നല്ല ആത്മാവ്. പുറപ്പാട് 28:8 കൊടുത്തിരിക്കുന്നത് അതേ ജ്ഞാനത്തിന്റെ ആത്മാവ്. യെശയ്യാ 11:2 കൊടുത്തിരിക്കുന്നത് അതേ പ്രിയമുള്ളവരെ സത്യത്തിന്റെ ആത്മാവെന്ന. റോമർ 5:5 കൊടുത്തു സ്നേഹത്തിന്റെ ആത്മാവ്. യോഹന്നാൻ 14:26 കൊടുത്തിരിക്കുന്ന ആശ്വാസപ്രദൻ എന്നാ കൊടുത്തത്, ആശ്വാസപ്രദൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് പല പല പേരുകൾ ബൈബിളിൽ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ആത്മാവാണ് പ്രിയമുള്ളവരെ. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യസ്ഥനെ അയക്കാം. ആ കാര്യസ്ഥന്റെ ഇന്തജാറിൽ, ആ കാര്യസ്ഥന്റെ വെയിറ്റിംഗിൽ, ആ കാര്യസ്ഥനെ കാത്തിരിക്കുന്നതാണ് മർക്കോസിന്റെ മുറിയിൽ നമ്മൾ കണ്ടത്. പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് അവിടെ വന്നു. നമുക്കറിയാം, ആത്മാവെന്ന സ്ഥലമെല്ലാം കുലുങ്ങി. അവർ ഇരുന്നവർ സ്ഥലം കുലുങ്ങി. അവർ ഇരുന്നവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ഈ ആരവം കേട്ട് യെരുശലേം ദേവാലയത്തിൽ ഒരു വലിയ ഒരു ആഘോഷം നടക്കുക, ഉത്സവം. ആ ഉത്സവത്തിൽ പങ്കെടുത്തവരെല്ലാം ഇവിടെ ഓടി വന്നു, ഇവിടെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ എന്താ പറയുന്നത്? അവർക്ക് പരിചയമുള്ളവരെല്ലാവരും എന്തെടുക്കുന്നു? അവർ അന്യഭാഷയിൽ പാട്ടുപാടുകയാണ്, അന്യഭാഷയിൽ സന്തോഷിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഇവരെന്തോ മദ്യം ഉപയോഗിച്ചതായിരിക്കാം. അപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് ഒറ്റ ചെറിയ പ്രസംഗം. ഇന്നൊക്കെ ആണെങ്കിൽ കേരളത്തിൽ ഇപ്പം കൺവെൻഷൻ മാത്രമേ ഉള്ളൂ. എന്തെല്ലാം നടക്കുന്ന കോലാഹലങ്ങളാണേ. ഗുണപ്പെടുന്ന ആളുകളോ മാനസാന്തരപ്പെട്ടവരെ വീണ്ടും മാനസാന്തരപ്പെടുത്തുക. കാരണം മാനസാന്തരത്തിന് ഇപ്പം ഒരു ഫിക്സ് സമയമൊന്നുമില്ല. രാവിലെ മാനസാന്തരപ്പെടുത്തുന്ന ഉച്ച കഴിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുക. പ്രിയരേ, പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. പത്രോസ് എഴുന്നേറ്റ് എത്ര പേരാ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടെന്നറിയാമോ? 3000 പേരാ. അവർക്ക് കുത്തുകൊണ്ടു, അവർക്ക് പശ്ചാത്താപം ഉണ്ടായി, അവർ ചെയ്ത പാപങ്ങളെ കുറിച്ച് അവർക്ക് ബോധം വന്നു. അവരെന്തെടുത്തു? അവർ മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടുന്നതിന് മുന്നോട്ട് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു, അവർ പ്രാപിച്ചു. ഇന്നും ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് കർത്താവാ. ആ കർത്താവാണ് പരിശുദ്ധാത്മാവ്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യസ്ഥനെ അയക്കാമെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസ് സുവിശേഷം 24:49 വാക്യത്തിൽ കാണുന്നത്, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ശക്തിയില്ലാതൊന്നും പ്രവർത്തിക്കരുത്. ഇന്നത്തെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എല്ലാം നമുക്കറിയാം. ശക്തി വേണം. ദൈവത്തിന്റെ ആത്മശക്തി നമ്മൾ പ്രാപിക്കണം. എങ്കിലേ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ, പുതിയ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ. നമ്മളൊരു പാട്ട് പാടിയാലും പ്രബോധിപ്പിച്ചാലും സാക്ഷ്യം പോയി എല്ലാം ശക്തിയിലായിരിക്കണം, ആത്മാവിലായിരിക്കണം. പ്രിയർ, നമുക്കറിയാം കർത്താവിന്റെ 1000 കൊല്ലം വാഴ്ചയിൽ യഹൂദരായ ഇസ്രായേൽക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അവരോട് ഇടപെടും. കർത്താവ് അവരെ ന്യായം വിധിക്കും. കർത്താവ് അവരെ 2 ഗ്രൂപ്പാ. 1 ജാതികൾ, 2 ഇസ്രായേലിയർ. ഈ 2 പേരുടെയും മണവാളൻ യേശുവാ. ചിലർ യേശുവിനെയൊക്കെ പച്ച മനുഷ്യനാക്കുന്ന കാണുമ്പോൾ പ്രിയമുള്ളവരെ നെഞ്ചിൽ ദുഃഖം തോന്നും കേട്ടോ.
യേശുവുമായിട്ട് അവർക്ക് ബന്ധമില്ല. അവർ യേശുവിനെ പച്ച മനുഷ്യനായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. ആ യേശുവാണ് ജാതികൾക്കും മണവാളൻ, സഭയ്ക്കും മണവാളൻ, പഴയ നിയമ യഹൂദന്മാരുടെയും മണവാളൻ. രണ്ട് ഇസ്രയേലാ, പുതിയ നിയമ ഇസ്രയേൽ, പഴയ നിയമ ഇസ്രയേൽ. യെശയ്യാ 27 അധ്യായം 12-13 വായിക്കുമ്പോൾ, അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോരുത്തരായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാകളമൂതും. അശൂർ ദേശത്തെ നഷ്ടപ്പെട്ടവരും മിസ്രയീം ദേശത്തെ ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ആരെ നമസ്കരിക്കുന്ന? യഹോവയെ നമസ്കരിക്കും. പ്രിയരെ, നാം ഏഴാഴ്ചവട്ടക്കാലം മുതൽ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്ന അതേ നാൾ വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെയും ചിന്തിച്ചത്. ഒന്ന് നമ്മൾ ചിന്തിച്ചത് ദാനിയേൽ കണ്ട ദർശനം. നടന്നതുണ്ട്, നടക്കാൻ പോകുന്നതുണ്ട്. ഇനി 1000 കൊല്ലം വാഴ്ചയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം വരെയുണ്ട്. യേശു ക്രിസ്തു എങ്ങനെ ക്രൂശിക്കപ്പെട്ടു, എന്നാണ് ക്രൂശിക്കപ്പെട്ടത്, സഭാകാലം എന്നാണ് തുടങ്ങിയത്, എന്നാണ് അവസാനിക്കുന്നത്, ജാതികൾക്ക് എങ്ങനെ അവസരം ലഭിക്കും, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് എന്നാണ്, പരിശുദ്ധാത്മാവ് എന്താണ്. പ്രിയമുള്ളവരെ, പ്രവചന വരങ്ങൾ നിന്നില്ല, യേശു വരുന്നവരെ ഉണ്ടാകും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി ഈ ഇന്നത്തെ പരിസ്ഥിതിയെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. എങ്ങനെ പാടി? കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ വിശപ്പു തന്നെ. അന്നു ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ അടുത്തുപോയി, രക്ഷ നീ നേടിക്കൊള്ളുക. അന്ന് ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ അടുത്തുപോയി, രക്ഷ നീ നേടിക്കൊള്ളുക. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കിഴക്കു പടിഞ്ഞാറങ്ങു തെക്കു വടക്കുമായി വചനമന്വേഷിച്ചലഞ്ഞു നടക്കും. അന്ന് യൗവനക്കാരെല്ലാം അവിടെയായി ബോധം വിട്ടങ്ങു പോകും. അന്ന് യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവിൻ പൈതലെന്നു സ്വർഗമണിയറയിൽ കർത്താവിനോടു കൂടെ വാസം ചെയ്യും. എന്റെ കഷ്ടതയെന്നും നാറി കണ്ണുനീർ തുടയ്ക്കുന്ന ഭാഗ്യ ദിവസമുണ്ട്. എന്റെ കഷ്ടതയെല്ലാം മാറി കണ്ണുനീർ തുടയ്ക്കുന്ന ഭാഗ്യ ദിവസമുണ്ട്. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. ഭയങ്കര ന്യായവിധി വന്നിടുമേ. ഭയങ്കര ന്യായവിധി വന്നിടുമേ. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സായം സന്ധ്യയിൽ കർത്താവേ കേൾപ്പിച്ച സ്തുതിക്കുന്ന സ്തോത്രം. അനേകർക്ക് കർത്താവേ ഈ അന്ത്യനിമിഷത്ത് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പാപവഴിയിൽ നിന്ന് കർത്താവെ അവർ മാറി നിന്റെ വഴിയിലേക്ക് കർത്താവിനോട് കൂടി യാത്ര ചെയ്യുവാൻ കർത്താവെ നീ സഹായിക്കണം. അനുഗ്രഹമായി അറിയുവാൻ കർത്താവെ നീ സഹായിച്ചാണ്. പ്രാർത്ഥന കേട്ട സ്തുതി യേശുവിൻ നാമത്തിൽ തന്നെ.